നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ആളുകളും നമ്മുടെ പ്രത്യേക അനുഭവമാണ്. നമ്മൾ നേരത്തെ ഇവിടെ വന്ന് 4-5 ക്ലാസ്സിൽ വന്നിട്ട് 8 മാസമായി ഞാൻ വന്നിട്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് നല്ല വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു. ഫൈസൽ സാറിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറയുന്നു. അതൊക്കെ ഒന്ന് സൈഡ് ഷിപ്പ് ഉണ്ടാക്കുന്ന പോലെ സൈഡ് ചെത്തിയൊന്ന് മിനിക്കപ്പെടുത്താൻ നല്ല ഉപദേശങ്ങൾ തരാൻ ഇവിടുത്തെ അനുഭവം ഏറ്റവും നല്ല അനുഭവമായിട്ട് നമ്മൾ IAS എടുത്ത് മറ്റേ ഷിയാബ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പ്രധാനമന്ത്രി അവാർഡിനേക്കാൾ വലിയ അനുഭവം എൻ്റെ നാട്ടിലെ മദ്രസ കമ്മിറ്റി ആദ്യം തന്നെ അവർ ഇതാണ് പറഞ്ഞ പോലെ എൻ്റെ ഒരു നയക്കല്ലായിരുന്നു ഇവിടെ വന്നത്. പഴയ കാലം ഇത് ഈ പ്രസംഗം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വായന അതിന് പ്രധാനമാണ്. ഒരു ദിവസവും ഒരു പത്രം വായിക്കാൻ മുകളിൽ അത് വായിക്കുക, കുറച്ചെങ്കിലും വായിക്കുക എന്നുള്ളത് ഇതിലൊരു പ്രധാനമാണ്. ഏതായാലും നമ്മളെ ഈ ലക്ഷ്യം ഈ പ്രസംഗ വൈഭവം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ പിന്നാലെ എഞ്ചിൻ പോകുന്നിടത്തൂടെ മറ്റു ബോഗികളൊക്കെ വരുന്ന പോലെ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഈ പ്രസംഗം എന്ന കാലങ്ങൾ ആർജിച്ചെടുത്താൽ പിന്നാലെ വരുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും ഉഷാറാക്കുക. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുക. ഏറ്റവും നല്ല ഈ സ്ഥാപനം ഇനിയും ഒരു ആകാശത്തോളം ഉയരട്ടെ. നമ്മളെല്ലാം പിന്തുണയുണ്ടാവും. ഇത് ഫൈസൽക്കാരുടെ കാലഘട്ടം കഴിഞ്ഞാലും എന്നും അതൊരു ഓർമ്മകളായി മരിച്ചിട്ടും നമ്മളെന്നും ചില വ്യക്തികൾ പറയില്ലേ, മരിച്ചു കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞാൽ ഇന്നും പ്രകീർത്തിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ നല്ലൊരു നാന്ദിയാണ് കുറിച്ചത്. നല്ലൊരു ശിഷ്യ ഗണം ഇവിടെ ഉണ്ടാവും, ശിഷ്യ സമ്പത്തുണ്ടാവും. ഏറ്റവും നല്ലൊരു നാന്ദിയെ കുറിച്ച് നമ്മളെല്ലാവരും പിന്തുണയിൽ തരും. ഏതായാലും ഇന്നിവിടെ വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് 7 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നെല്ല് പത്തായത്തിൻ്റെ ഇനി വയനാട്ടിൽ നിന്ന് വരുന്നവരില്ല. ഞാൻ അവിടെ നിന്ന് വന്നിട്ടാണ്. ഇവിടെ നെല്ലുണ്ട്, ഇവിടെ നെല്ലുണ്ട്, വേറെ നിറയെ തിന്നും ചെയ്ത് സന്തോഷമായിട്ടുണ്ട്.